15 വയസ്സിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം പോലും ഉമ്മ. ഒരുപക്ഷെ ഇന്നും വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു കല്ല് തട്ടി താഴെ വീഴുമ്പോഴും അറിയാതെ നാവിലൂടെ വരുന്ന വാക്ക് ഉമ്മ. പ്രിയമുള്ളവരെ, ഏത് പ്രൗഢി നടിക്കുന്നവര് ഉദരത്തിലൊന്ന് തടവി നോക്കുമ്പോ ഒരു ചിഹ്നം കാണാ. പൊക്കിൽ കൊടിയുടെ ചിഹ്നമാണെങ്കിൽ ഉമ്മാടെ ശരീരത്തിൽ നിന്ന് ഊർജ്ജമെടുത്തിട്ടുള്ള, നോക്കണേ, അതിനൂതനമായ ശ്വാസക്രിയകളെ കൊണ്ട് നിർമാർജനം ചെയ്യാൻ കഴിയാത്ത അടയാളം ഓർക്കണേ, അത് ഉമ്മാന്റെ ചിഹ്നമാ. അവരുടെ കണ്ണീര് വീഴ്ത്താൻ കാരണമായാൽ ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെക്കാളും പവറുള്ള ഒന്ന് ലോകത്തുണ്ടെങ്കിൽ ഉമ്മാന്റെ നോവുന്ന കണ്ണുനീരാ. പ്രിയമുള്ളവരെ, 5 വയസ്സിനിടയിൽ ഒരു സൽക്കാരത്തിനിടയിലും ഉമ്മാനെ കാണാതിരുന്നാൽ ഉമ്മ എന്ന് നിലവിളിച്ചിരുന്ന കാലഘട്ടങ്ങളെ മറന്നുപോയില്ലയോ? മനസ്സിലൊന്ന് ഓർമ്മ കൊണ്ടുവരാനായി പറയുകയാണ്. ആ ജീവിതം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് പ്രിയമുള്ളവര്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, ഓർക്കണേ, നിങ്ങൾ ബാപ്പാന്റെ സ്ഥാനത്തിന് മുമ്പ് 3 കാര്യം ഉമ്മാനെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ആ 3 കാര്യം നിങ്ങൾ കാണാതെ പോകുന്നുണ്ട് ജീവിതങ്ങളിലോട്. പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നുകൊണ്ടാ ഉമ്മ നിങ്ങളെ ഗർഭം ചുമക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ചെറവല്ലൂരിന്റെ മണ്ണിൽ നിങ്ങളോട് പറയാ, വയറിന്റെ മേലെ കല്ല് വെച്ച് കെട്ടി അങ്ങാടിയിലൂടെ നടക്കാൻ പറഞ്ഞ കഴിയൂലല്ലോ നമുക്ക്. പ്രിയമുള്ളവരെ, 9 മാസം കഴിയുമോ കുഞ്ഞിനെ ഉദരത്തിലൂടെ കൊണ്ടു നടന്ന ഉമ്മയില്ലയോ? അടുക്കളയിലൂടെ ഭക്ഷണം പാചകം ചെയ്യുമ്പോ, ജീവിതത്തിന്റെ ദിനചര്യകൾ ചെയ്യുമ്പോ, ഡ്രസ് വാഷ് ചെയ്യുമ്പോ മുഴുസമയങ്ങളും കൊണ്ടു നടക്കുക. ഓരോരുത്തർക്കും കിടക്കാനൊരു ശീലമില്ലയോ? ഗർഭം ചുമക്കുന്ന കാലം മുതൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കിടക്കുന്നതെങ്കിൽ ത്യാഗം വലുതല്ലയോ? പ്രിയമുള്ളവരെ, കുഞ്ഞാദ്യമായി ഉമ്മാന്റെ വയറ്റിൽ അനക്കം തട്ടുമ്പോ, കുഞ്ഞു ചവിട്ടുമ്പോ ഉമ്മ ഞെട്ടുന്നുണ്ടെങ്കിൽ, അതിന്റെ വേദനയുണ്ടെങ്കിൽ, തന്റെ കുഞ്ഞു ചവിട്ടാതിരിക്കുമ്പോഴാ ഉമ്മാക്ക് സങ്കടം വരുന്നതെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഗർഭം ചുമന്ന ഉമ്മയാ മരണസമാനമായ വേദന കൊണ്ടല്ലയോ പ്രസവിച്ചു പോയിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ശരീരത്തിന്റെ എല്ല് പൊട്ടുമ്പോ വേദനയാണെങ്കിൽ 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദനയാ ഉമ്മ അനുഭവിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതോടുകൂടെ മറന്നില്ലയോ? കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നതോടുകൂടെ മറന്നില്ലയോ?